ഈ PMCയിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് സംസ്ഥാനത്തെ ഒരു നിശ്ചിത ശതമാനം സ്കൂളുകൾ PM ശ്രീ വിദ്യാലയങ്ങളിൽ നിന്ന് നാമകരണം ചെയ്യണം, അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്യണം. അത് മാത്രമല്ല, അതിന്റെ മുൻവശത്തെ ഭിത്തിയിലൊക്കെ ഈ കാവ്യ കളർ അടിക്കുകയൊക്കെ വേണം. ഒരു BJP സംഭവമാണ് അത്. RSSന്റെ ഒരു താല്പര്യപ്രകാരം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയങ്ങളെല്ലാം അങ്ങനെ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താണോ ഇതിന്റെ പ്രയോജനം നമുക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ PM ശ്രീ സ്കൂളുകളില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ കട്ടൗട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വിദ്യാർത്ഥികൾക്ക് സെൽഫി ഒക്കെ എടുക്കാം, അങ്ങനെ സായുജ്യം അടയാം. അങ്ങനെയും ചില സൗകര്യങ്ങൾ ഈ PM ശ്രീ പദ്ധതിയിലുണ്ട്. സത്യം പറഞ്ഞാലേ ചരിത്രം തിരുത്തുന്നത് ഉൾപ്പെടെ ഈ BJPയുടെ ഹിന്ദുത്വ വിദ്യാഭ്യാസ നയം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു കുറുക്കുവഴിയാണ് ഈ PM ശ്രീ പദ്ധതി എന്നൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM-ഉം CPI-യും നമുക്ക് കേരളത്തിൽ ഇത് വേണ്ടാന്ന് തീരുമാനിച്ചു. അത് മാത്രമല്ല, അതിലൊരു ന്യായമുണ്ട്. അതേ 40% നമ്മുടെ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. പിന്നെന്തിനാ ഇത് ഒരു കേന്ദ്ര പദ്ധതിയായിട്ട് നടപ്പാക്കുന്നത്?